മഹത്വമുണ്ടാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ ഇടവക യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലെൻ ഡിവോഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുന്നത് ഒരു പെൻഗ്വിന്റെ കഥയാണ്. അതെ, നിയോ എന്ന പേരുള്ള പെൻഗ്വിന്റെ കഥ. അങ്ങ് ദൂരെ ഒരു ധ്രുവ പ്രദേശത്ത് 1000 കണക്കിന് പെൻഗ്വിനുകൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുക, ഒരുമിച്ച് കൂട്ടം കൂടി നിൽക്കുക, തിന്ന് വിശപ്പ് മാറ്റുക, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ഉറങ്ങുക, അങ്ങനെയൊക്കെ. പക്ഷെ അതിൽ വ്യത്യസ്തനായ ഒരു പെൻഗ്വിൻ ഉണ്ടായിരുന്നു. അതെ, അവന്റെ പേര് നിയോ. മറ്റുള്ളവർ തലകുനിച്ച് നടക്കുമ്പോൾ അവൻ ആ ദൂരെ ആകാശത്ത് മുട്ടി നിൽക്കുന്ന വലിയ മഞ്ഞുമലകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവനെ ആ മലകൾ മാടി വിളിക്കുന്നത് പോലെ അവന് തോന്നാറുണ്ട്. ഇതൊക്കെ കേട്ട് അവന്റെ കൂട്ടുകാരി കേറ്റി അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? വെറുതെ ആ മഞ്ഞുമലകളിൽ പോയി ജീവിതം ജീവിച്ചു തീർക്കാതെ മരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ജീവിതം ജീവിച്ചു തീർക്കുന്നതല്ലേ? പെട്ടെന്ന് കേറ്റിയുടെ കണ്ണിൽ നോക്കി അവൻ മറുപടി പറഞ്ഞു, എന്നെ ആ മലകൾ മാടി വിളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. ഈ 1000 കണക്കിന് പെൻഗ്വിനുകളെ പോലെ ജീവിച്ചു തീർക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ എനിക്ക് മുന്നേറണം. ആ മലകളിൽ പോയി വളരെ ചെറുപ്പത്തിൽ തന്നെ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇവിടെ തന്നെ ജീവിച്ചു തീർത്ത് വയസ്സായി മരിക്കുന്നതല്ല. പെട്ടെന്ന് സങ്കടത്തോടെ കേറ്റി അവനോട് ചോദിച്ചു, നീ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അവൻ ഒരു നിമിഷം മൗനമായി നിന്നിട്ട് പറഞ്ഞു, അല്ല, ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്, ഇത് എനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യം അവൻ ഒറ്റയ്ക്ക് ചെയ്തു. അവൻ ആ മഞ്ഞുമലകളിലേക്ക് നടന്നു കയറി. എത്ര കൊടിയ കാറ്റും വഴുത്ത മഞ്ഞും അവനെ ഒട്ടും തളർത്തിയില്ല. അവൻ ആ മഞ്ഞുമലകളിലേക്ക് നടന്നു കയറി അതിൻ്റെ ഒത്ത നടുവിൽ എത്തി. അവൻ വെറും ഒരു പെൻഗ്വിൻ മാത്രമല്ലായിരുന്നു, അവൻ ജീവിക്കാൻ പഠിച്ച ഒരു പെൻഗ്വിൻ ആയിരുന്നു. തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയ ഒരു പെൻഗ്വിൻ. നമ്മളും ഇതാണ് ആലോചിക്കേണ്ടത്. ഒന്നിലും മടിച്ചു നിൽക്കാതെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നാം പോകണം. അതാണ് നിയോ എന്ന് പറഞ്ഞ ഈ പെൻഗ്വിൻ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ് സദൃശ്യവാക്യങ്ങൾ 6:6. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി.